ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പഴയ ടി വി റിമോട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് വർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്നും നോക്കുകയൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് എടുത്ത് കളയുക, വേറൊരു റിമോട്ട് മേടിക്കുകയാണ് ചെയ്യുക. 200-250 രൂപ മുടക്കി നമ്മൾ വേറൊരു റിമോട്ട് മേടിക്കും. പക്ഷേങ്കിൽ ഈ കേടായ റിമോട്ട് നമുക്ക് തന്നെ ശരിയാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് കേടായ റിമോട്ട് നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മുടെ റിമോട്ടിലെ ഏതൊക്കെ ബട്ടണാണ് വർക്ക് ചെയ്യാത്തതെന്ന് നമുക്ക് നോക്കാം. അത് സിമ്പിളാണ്. ഇങ്ങനെ റിമോട്ട് പിടിച്ച ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് മൊബൈൽ ഫോണിലോട്ട് പിടിക്കുക. ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ റിമോട്ടിൻ്റെ ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് റിമോട്ടിലെ ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്ത് നോക്കുക, ഓരോ ബട്ടണും അമർത്തുക. അപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാ ബട്ടണും അമർത്തുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റും ചെറിയൊരു വെട്ടം ഈ ഒരു ബൾബിൽ കത്തും. അപ്പോൾ നിങ്ങൾ ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു LED-യിൽ വർക്ക് ചെയ്യാത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു വെട്ടം, ആ വെട്ടം കാണത്തില്ല. വർക്ക് ചെയ്യുന്ന എല്ലാ ബട്ടണിലും ആ ഒരു ചെറിയൊരു വെട്ടം ഈ LED-യിൽ കാണും. ഓക്കെ, ഇനി നമ്മുടെ റിമോട്ട് റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു കത്തി ആവശ്യമുണ്ട്. അതായത് മിക്ക റിമോട്ടും ഒരു ലോക്കാണ്. അപ്പോൾ സ്ക്രൂ ഒക്കെ ഉള്ള റിമോട്ടൊക്കെ ചുരുക്കമാണ്. അപ്പോൾ ഈ ലോക്ക് മാറ്റാൻ വേണ്ടിയാണ് ചെറിയൊരു കത്തി, അല്ലെങ്കിൽ ഈ കനം കുറഞ്ഞ ഒരു കത്തിയാണ് ആവശ്യം. അപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു ലോക്ക് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ റിമോട്ട് നമ്മൾ അഴിച്ചെടുത്തു. അപ്പോൾ ശ്രദ്ധിച്ചഴിക്കുക, ഒരു ലോക്കാണ്, അപ്പം പൊട്ടാതെ അഴിക്കുക. ഇനി നമുക്ക് ഈ ഒരു റബ്ബറിൻ്റെ ബട്ടൺ നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ബാറ്ററി അടിക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഞാൻ മറന്നുപോയതാണ്. നമ്മുടെ ബാറ്ററി അടിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ബാറ്ററി എല്ലാം അഴിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ റിമോട്ടിൻ്റെ ബോർഡാണ്. ചുരുക്കം മാത്രമേ നമ്മുടെ ബോർഡിനൊക്കെ കംപ്ലൈൻറ്റ് വരത്തുള്ളൂ, അങ്ങനെയൊന്നും ബോർഡിന് കംപ്ലൈൻറ്റ് വരത്തില്ല. അപ്പോൾ കംപ്ലൈൻറ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു റബ്ബർ പീസിലാണ്, നമ്മുടെ ബട്ടണിലാണ്. അതായത് ഒത്തിരി നാൾ യൂസ് ചെയ്യുമ്പോൾ പൊടികളൊക്കെ അടിച്ചിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ വരുമ്പോൾ ആ ബോർഡിലോട്ട് ഈ ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ റിമോട്ട് വർക്കാകത്തുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു റബ്ബർ പീസ് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഒരു തുണിയോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ റബ്ബർ പീസിൻ്റെ അപ്പുറം വശമാണ്, അതായത് ബോർഡിലോട്ട് മുട്ടുന്ന വശം. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പൊടികളൊക്കെ കയറിയിരിക്കുമ്പോഴാണ് മെയിനായിട്ട് നമ്മുടെ റിമോട്ട് നമ്മുടെ ബട്ടണൊന്നും വർക്കാകാത്തത്. അപ്പോൾ വെള്ളമൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബട്ടൺ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ആ റബ്ബർ പീസ് നമുക്ക് വെയിലത്തോ മറ്റോ വെക്കാം. നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്, നല്ല രീതിയിൽ ഉണങ്ങണം. അപ്പോൾ ഇനി നമ്മുടെ ബോർഡ് എടുക്കാം. ബോർഡിൻ്റെ ഫ്രണ്ടിൽ പൊടികളൊക്കെ കാണും, ആ ജസ്റ്റ് ഒരു തുണി വെച്ച് നമുക്ക് നല്ല രീതിയിൽ തുടച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഈ ബോർഡിൽ നമുക്ക് നനവൊന്നും പാടില്ല, വെള്ളമയമൊന്നും പാടില്ല. ഒരു ഉണങ്ങിയ തുണി വെച്ച് നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ റബ്ബർ ബട്ടൺ പൂർണ്ണമായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് പഴയ പോലെ നമ്മുടെ റിമോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മിക്കവാറും ഒരു 90% റിമോട്ടും വർക്കാകുന്നതാണ്. കാരണം ആ പൊടി കയറുന്നതുകൊണ്ട് മാത്രമാണ് മിക്ക റിമോട്ടുകളും കേടാകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ചെറിയൊരു ടിപ്പ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം.